എല്ലാവർക്കും നമസ്കാരം. യുകെൻ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വാർട്ടർ ഡീവിയേഷൻ്റെ കാൽക്കുലേഷനാണ്. അതിനകത്തുള്ള കണ്ടിന്യൂസ് സീരീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ ചാനലിനകത്തുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങളെ ക്ലാസ് കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ അതിനകത്തുള്ള പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുള്ളത് ഏജ്, നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ള ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇതിനകത്ത് നിന്ന് ക്വാർട്ടർ ഡീവിയേഷനാണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ക്വാർട്ടർ ഡീവിയേഷനും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷനും നമുക്കിതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ച കാര്യമാണ്. Q1ൻ്റെയും Q3ൻ്റെയും Q1 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ആദ്യം കിട്ടിയ ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് വൈ എന്നാക്കി, എക്സ് അതുപോലെ തന്നെ എഫ് എന്നാക്കിയിട്ട് മാറ്റും. ഇതെന്താണ്, എക്സ് ആണ്, ഇതെന്താണ്, എഫ് ആണ്, ഫ്രീക്വൻസി ആണ് എന്നുള്ള. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത്. 15 പ്ലസ് 30 45 പ്ലസ് 53, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. 98 173 273 then 383 498 623. ഓക്കെ, ഇതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത്. അതായത് എഫിന് ടോട്ടൽ എത്രയാണ്, 623 ആണ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്നുള്ളത്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 623 ആണ്. ഇനി ഇതിനകത്തുള്ള Q1 എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈസ് ഓഫ്, ഇത് ഇക്വേഷൻസ് ആണ്. Q1 എന്നുള്ളത് സൈസ് ഓഫ് n+4 ഡിവൈഡ് ബൈ 4th ഐറ്റമാണ്. അതായത് ഇവിടെ n എത്രയാണ്, n എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്, n എന്നുള്ളത് 623 ആണ്. അതായത് സൈസ് ഓഫ് 623 ഡിവൈഡഡ് ബൈ 4th ഐറ്റമാണ്. അതാണെന്ത്, Q1 എന്നുള്ളത്. അതായത് നമുക്കത് ചെയ്താൽ കിട്ടുന്ന 155.75th ഐറ്റം എന്ന് വരും. അതായത് ആ ഒരു വാല്യൂ വരുന്നത് 155 എന്നുള്ള വാല്യൂ വരുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതായിരിക്കും എന്ത്, Q1ൻ്റെ ക്ലാസ് എന്നുള്ള ഇതായിരിക്കും. Q1 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ Q1ൻ്റെ ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്യുക. Q1ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞത് Q1 L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ Q1 ക്ലാസ് ആണ്. ഇത് Q1 ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഇവിടെ എത്രയാണ്, 30 ആണ് Q1 ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്നുള്ളത്. n നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 623 ആണ് n എന്നുള്ളത്. ഡിവൈഡ് ബൈ 4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയം ക്ലാസ്. കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 98 ആണ്. ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം അത് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ Q1 ക്ലാസ് ആണ്. Q1 ക്ലാസ് തൊട്ട് മുകളിലത്തെ ഫ്രീക്വൻസി. ഇനി അടുത്ത ഫ്രീക്വൻസി ഓഫ് ദ Q1 ക്ലാസ്, അതായത് എത്രയാണ്, 75. ഫ്രീക്വൻസി ഓഫ് ദ Q1 ക്ലാസ് എന്നുള്ള 75 ഇൻറ്റു സി എന്നുള്ള, സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്ലാസ് ഇൻ്റർവൽ ആയിരിക്കും. ഇവിടെ എത്രയാണ്, 10 ആണ് ക്ലാസ് ഇൻ്റർവൽ എന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്താൽ ഈ ഒരു സോൾവ് ചെയ്താൽ നമുക്ക് Q1ൻ്റെ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ 37.7 ആണ് എന്ത് കിട്ടുന്നത്, Q1 എന്നുള്ള കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, Q3യും കാൽക്കുലേറ്റ് ചെയ്യുക. Q3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈസ് ഓഫ് 623 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3 അല്ലേ, ഇത് ഐറ്റം ആയിരിക്കും കിട്ടുന്നത്. 3n ഡിവൈഡ് ബൈ 4 എന്നാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് Q1ൻ്റെ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സൈസ് ഓഫ് 467.5th ഐറ്റം ആയിരിക്കും എന്ത്, Q1 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 467, അതായത് ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ Q3യുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഇതായിരിക്കുമെന്ന് Q3യുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യുക, Q3 എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. Q3 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, L1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ ലോവർ ലിമിറ്റ്, അതായത് 60 എന്നുള്ളത് 60 പ്ലസ് 3 ഇൻറ്റു n എത്രയാണ്, 623 ആണ് n എന്നുള്ള, ഡിവൈഡ് ബൈ 4 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ Q3 കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ Q3 ക്ലാസ്, അതായത് 383 ആണ് വരുന്നത്. 383 എന്ത് മൊത്തം ഡിവൈഡഡ് ബൈ എത്രയാണ്
എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ Q3 ക്ലാസ് ആണ് 115 എന്നുള്ള. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Q3യുടെ വാല്യൂം കിട്ടും. Q3യുടെ വാല്യൂ കിട്ടുന്നത് 67.3 ആണ് Q3യുടെ വാല്യൂ എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? അത്രയും വാല്യൂ കിട്ടിയാൽ നമ്മൾക്ക് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? Q3യുടെ വാല്യൂ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിലാണ് Q3യുടെ വാല്യൂ ഉള്ളത് 67.33 മൈനസ് Q1 എത്രയാണ്? 37.7 ഡിവൈഡഡ് ബൈ 2. അതായത് ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 14.815 ആണെന്ത് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ഓക്കെ, അതായത് 67.33 മൈനസ് 37.7 ഡിവൈഡഡ് ബൈ 67.33 പ്ലസ് 37.7 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് കിട്ടും 0.28 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ക്വാർട്ടർ ഡീവിയേഷൻ എത്രയാണ്? 14.815 ആണ്. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ എന്നുള്ളത് 0.28 ആണ്. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള ക്വാർട്ടർ ഡീവിയേഷൻസിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് ആകെ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണത്, ക്വാർട്ടർ ഡീവിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതുള്ളത്. മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് വേറെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഉൾപ്പെടുത്താം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ചാനലിനകത്ത് കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉപകാരം ഉണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.